SB വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും സ്വർണ്ണ പണയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സ്വർണം പണയം വെച്ച് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കുന്നവരാണ്. അവരെ എങ്ങനെ ബാധിക്കും എന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ RBI, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്വർണ്ണ ലോണുകളിൽ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുവരെയും അതിൻ്റെ കർശനമായ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ലെങ്കിലും അതുടൻ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സ്വർണ്ണപ്പണയത്തിലെ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് കുറഞ്ഞ ലോൺ ടു വാല്യൂ അനുപാതമാണ്. ഇപ്പോൾ ഒരാൾ സ്വർണം പണയം വെച്ചാൽ ആ സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ ഏകദേശം 75% അയാൾക്ക് ലോണായിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ 75,000 രൂപ വരേക്കും നമുക്ക് ലോണായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ RBI ഇതിൽ ചില റെസ്ട്രിക്ഷൻസ് വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ലോൺ ടു വാല്യൂ റേഷ്യോ ഉണ്ടല്ലോ, അതായത് 75% നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇനി അത് 60 മുതൽ 70% വരെ ആക്കി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു കാരണമായി പറയുന്നത് സ്വർണത്തിൻ്റെ മൂല്യം, വില പെട്ടെന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ്. RBI ഈ നിയമം കൊണ്ടുവന്നാൽ ഇനി നമുക്ക് കൂടുതൽ തുക ലോൺ കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ ഗ്രാം സ്വർണം പണയം വെക്കേണ്ടി വരും എന്നർത്ഥം. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് KYC ഡോക്യുമെന്റേഷൻ ആണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള KYC രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ കിട്ടുകയുള്ളൂ. വലിയ തുകയുടെ ലോണുകൾക്ക് ഇനി പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ RBI ഈ നിയമം കർശനമാക്കി കഴിഞ്ഞാൽ ബാങ്കിലേക്ക് നിങ്ങൾ സ്വർണം പണയം വെക്കാൻ വേണ്ടി പോകുമ്പോൾ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ ഒക്കെ കയ്യിൽ സൂക്ഷിക്കേണ്ടതായി വരും എന്നർത്ഥം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉയർന്ന പലിശയ്ക്ക് സ്വർണ്ണ പണയത്തിന്മേൽ പണം കടം കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ നിയന്ത്രിക്കാൻ RBI ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. മറ്റൊന്ന് NBFCകളുടെ ലോൺ പരിധി നിജപ്പെടുത്തുക എന്നുള്ളതാണ്. NBFC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്. NBFCകൾ സ്വർണ്ണ ലോണുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി RBI ചില നിയന്ത്രണങ്ങൾ വെച്ചേക്കാം. അതുപോലെ തന്നെ അവരുടെ ആസ്തി ബാധ്യതകൾ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും വന്നേക്കാം. മറ്റൊന്ന് സ്വർണ്ണ ലോണുകൾ പുതുക്കുന്നതിലുള്ള ചില നിയന്ത്രണങ്ങളാണ്. പല ആളുകളും ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി തിരിച്ചടയ്ക്കാതെ പലപ്പോഴായി പുതുക്കാറുണ്ട്. ഇതിനൊരു നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട്. ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷമേ പുതിയ ഗോൾഡ് ലോൺ അനുവദിക്കൂ എന്നുള്ള നിയമം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മറ്റൊന്ന് പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കാനുള്ള ചില നിയന്ത്രണങ്ങളാണ്. പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുന്നതിന് വേണ്ടി ചില ഹാൾമാർക്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കിയേക്കാം. RBI എന്തിനാണ് ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നൊരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം. സ്വർണവുമായി ബന്ധപ്പെട്ട് അമിതമായ കടബാധ്യത ഒരു വ്യക്തിക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നിയമം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണ വിലയിലുണ്ടാകുന്ന അമിതമായ വ്യതിയാനം കാരണം ബാങ്കിംഗ് മേഖലയിൽ ഒരു അസ്ഥിരത ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. മറ്റൊന്ന് സ്വർണ്ണ മേഖലയിലെ പണം വെളുപ്പിക്കലും അംഗീകാരമില്ലാത്ത വായ്പകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങൾ നടപ്പിൽ വന്നാൽ സാധാരണക്കാർക്ക് കൂടുതൽ സ്വർണം പണയം വെച്ചാൽ മാത്രമേ അവർക്ക് ഉദ്ദേശിക്കുന്ന തുക ലോണായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ NBFCകൾക്കും ബാങ്കുകൾക്കും കർശനമായ ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതായി വരും. അതുപോലെ തന്നെ അംഗീകാരമില്ലാത്ത പല പണമിടപാടുകളും കൂടുതൽ ശ്രദ്ധയിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ RBIയുടെ ഇത്തരം നിയന്ത്രണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.